നമസ്കാരം. 8 വർഷമായി ജനങ്ങൾക്ക് അമിത ഭാരം നൽകിയിരുന്ന GST സംവിധാനത്തിൽ വന്ന മാറ്റം വളരെ ഏറെ സ്വാഗതാർഹമാണ്. എന്നാൽ സർക്കാർ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഉപഭോക്താവിനെ കൊണ്ട് ഉൽപ്പന്നത്തിൻ്റെ ടാക്സ് മാത്രമല്ല അടപ്പിക്കുന്നത്, ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് 4-5 പേരെടുക്കുന്ന ലാഭ തുകയുടെ ടാക്സ് കൂടിയാണ് ഉപഭോക്താക്കളിൽ നിന്നും സർക്കാർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലും വലിയൊരു മാറ്റം GSTയിൽ ആവശ്യമാണ്. ഉപഭോക്താവ് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായിരിക്കണം ഉപഭോക്താവ് ടാക്സ് നൽകേണ്ടത്. എന്തിന് മറ്റുള്ളവർ എടുക്കുന്ന ലാഭത്തിന് കൂടി ഉപഭോക്താവ് ടാക്സ് നൽകണം എന്ന് ഓരോ ഉപഭോക്താക്കളും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണമായി റോ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ഏജൻസികൾ, ചില്ലറ വിൽപ്പനക്കാരൻ എടുക്കുന്ന ലാഭം ഉൾപ്പെടെയുള്ള തുകയ്ക്കാണ് ഉപഭോക്താവിനെ കൊണ്ട് സർക്കാർ നിലവിൽ നികുതി അടപ്പിക്കുന്നത്. ഇത് തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ളൊരു സംവിധാനമായിട്ടാണ് തോന്നുന്നത്. മേൽപ്പറഞ്ഞ നിലവിലെ രീതി കൂടി പുതിയ GST സംവിധാനത്തിൽ നിന്നും മാറ്റേണ്ടതുണ്ട്. റോ മെറ്റീരിയൽ നിർമ്മിക്കുന്നിടത്തോ ഉൽപ്പന്നം നിർമ്മിക്കുന്ന ഇടത്തോ മാത്രം ടാക്സ് ഏർപ്പെടുത്തുന്ന പുതിയൊരു സംവിധാനം കൂടി GSTയിൽ ഉണ്ടായാൽ മാത്രമേ രാജ്യത്തെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് ഉയരുവാൻ, കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും അതുവഴി കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയുന്ന പുതിയ നയങ്ങളിലൂടെ മാത്രമേ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ കഴിയൂ എന്ന തിരിച്ചറിവ് ഭരണകൂടങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.